പ്രിയമുള്ളവരെ, നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടമെന്ന് സുഭാഷിതങ്ങൾ പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നീതിപൂർവം നേടുന്നത് നിലനിൽക്കും. അനീതി വഴി നേടുന്നത് പെട്ടെന്ന് രോഗങ്ങൾ, അസ്വസ്ഥതകൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വഴി നഷ്ടപ്പെടും. ദൈവം നൽകുന്നതിനെയാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ കൊള്ളയടിച്ചും കൈക്കൂലി വാങ്ങിയും മറ്റുള്ളവരെ പിടിച്ചു പറിച്ചും വാങ്ങുന്ന ധനം നിലനിൽക്കില്ല. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെയാണ് അനാവശ്യമായി ധനം സമ്പാദിക്കുന്ന ജെറമ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ദൈവം തന്ന ദാനങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്താൽ അത് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിപ്പിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ